ഒരിക്കൽ കൂടെ തുല്യം ചൊല്ലാൻ ആരുമില്ല കർത്താവേ. ഓ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ഓ തുല്യം ചൊല്ലാൻ ആരുമില്ലേ ഓ അങ്ങേ അമ്മയെക്കാളെന്നെ സ്നേഹിക്കുന്നു. ഓ അവതില്ല സ്നേഹമേ പ്രേമമേ സ്നേഹമേ സ്നേഹമേ എൻ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു അങ്ങേ മാർവിൽ ചാരുന്നു. ചേർന്ന് പാടിയാലും ആരാധന ആരാധന ജനമെല്ലാം ശബ്ദമുയർത്തി നിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചാൽ Hallelujah.
ചെയ്തതും നീ എനിക്കായി ചെയ്ത ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. കർത്താവിനെ ഒന്ന് ഹൃദയത്തിൽ നിന്ന് സ്നേഹിച്ചുകൊണ്ട് ഒന്ന് പാടാമോ? ഒരു സ്നേഹത്തിന്റെ ആരാധനയായി ഇത് മാറട്ടെ. Let this be an expression of your love for God. Express yourself. If you would see Jesus in front of you, how much you would love him, express yourself in that way. യേശുവിനെ നേരിൽ കണ്ട നിങ്ങളുടെ മുൻപിലേക്ക് യേശു വന്ന എത്രത്തോളം അവനോടുള്ള സ്നേഹത്തെ നിങ്ങൾ പ്രകടിപ്പിക്കും, അതുപോലെ ഒന്ന് അവിടത്തോട് ആരാധിക്കുക. Pour out your love before him. അവന്റെ മുൻപാകെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ കൊഴുക്കി വിടും. Sometimes it's not even about the issues in our life. It's not about the problems in our life. Sometimes when we are in the presence of God, we feel like pouring out our love for Jesus. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ അല്ല കർത്താവിന്റെ മുൻപിൽ, പകരമായി അവനോടുള്ള സ്നേഹമാണ് അവനെ കാണുമ്പോൾ നമ്മിൽ നിന്ന് ഒഴുകുന്നത്. So here in the presence of God, as you stand here under the presence of God, pour out your love for him from your heart. ദൈവ സാന്നിധ്യത്തിൽ അവന്റെ സാന്നിധ്യത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തെ അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് പകരാം. തിരുമുൻപിൽ യാഗമാവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ആ വരികൾ വീണ്ടും പാടാമോ? തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാകുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ.
John the Apostle was called the Apostle of Love, and the painting portrays him as leaning on the chest of Jesus. യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ കാണുന്ന ചിത്രങ്ങളിലെല്ലാം അവൻ്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുവാനായി യേശുവിൻ്റെ മാറിൽ ചാരിക്കിടക്കുന്ന ശിഷ്യനായിട്ടാണ് യോഹന്നാനെ കാണിക്കുന്നത്. Hearing the heartbeats of Jesus, യേശുവിൻ്റെ ഹൃദയമിടിപ്പുകൾ കേട്ടുകൊണ്ട്, knowing what is on the heart of Jesus, യേശുവിൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്. If there are people here today that can step into that level of intimacy, Jesus says, I am going to reveal my heart to such people. അതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് അരുളി ചെയ്യുകയാണ്, ചില രഹസ്യങ്ങളെ, മർമ്മങ്ങളെ അവർക്ക് കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. Psalms chapter 25 verse 14 says, സങ്കീർത്തനങ്ങൾ 14 വചനം പറയുന്നു, 25-14, The Lord confides in those who fear him. He makes his covenant known to them. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. I love the translation in English. It says, the Lord confides in those who fear him. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ്, തന്നെ ഭയപ്പെടുന്നവർക്ക് ദൈവം ആ മർമ്മങ്ങളെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. He gives his intimate secrets to those who fear him. ഇത് തന്നെ ഭയപ്പെടുന്ന തന്റെ ഭക്തന്മാർക്ക് ഏറ്റവും ഹൃദയത്തിലെ തന്റെ രഹസ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. Who do you share your secrets with? നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങൾ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാറ്? Who do you tell your problems and your issues? നമ്മുടെ പ്രശ്നങ്ങൾ ആരുമായിട്ടാണ് നമ്മൾ പറയാറ്? I'm not saying God has problems and issues, but I'm saying God has things on his heart. God has certain burdens that he will only share with people though that fear him, that people that he can trust. ദൈവത്തിന് ഭാരങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നാൽ തൻ്റെ ഹൃദയത്തിലെ ചില നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ, തൻ്റെ ഹൃദയത്തിൽ ഭാരപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന, തൻ്റെ മാറോട് ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. And it says he makes his covenant known to them. മാത്രമല്ല തൻ്റെ ഉടമ്പടിയെ അവൻ അവരെ അറിയിച്ചു കൊടുക്കുന്നു. The covenant is the most beautiful thing. ഇത് ഉടമ്പടി എന്നത് ഏറ്റവും മനോഹാരിതയുള്ള കാര്യമാണ്. In fact, the Bible is the book of covenant. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബൈബിൾ തന്നെ ഉടമ്പടിയുടെ ഒരു പുസ്തകമാണ്. We have the old covenant and the new covenant. നമുക്ക് പഴയ ഉടമ്പടിയുമുണ്ട്, പുതിയ ഉടമ്പടിയുമുണ്ട്. Those who have the right revelation of the covenant are those who fear God and those in whom God can trust in sharing his intimate secrets. ഇത് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഉടമ്പടിയെ കുറിച്ചുള്ള യഥാർത്ഥ ഒരു വെളിപ്പാട് ലഭിക്കുകയും അവർ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരും ദൈവത്തെ ആശ്രയിക്കുന്നവരുമായിരിക്കും. A marriage covenant is the highest covenant, a highest relationship in human terms, and that is between two people, and that can only be shared between those two people. And so God enters into such a covenant with us, a bridegroom entering into a covenant with a bride entering into a covenant with the groom. ഇതാ ഭൂമിയിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ, മാനുഷിക ബന്ധങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ഒരു ഉടമ്പടി ബന്ധമാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള, അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു സഖിത്വത്തിൻ്റെ ഒരു ഉടമ്പടി. അതുപോലെ കർത്താവായ യേശു ദൈവം മണവാളുടെ സ്ഥാനത്ത് നിന്ന് മണവാട്ടിയെ നമ്മോട് ഒരു ഉടമ്പടിയിലേക്ക് ഏർപ്പെടുകയാണ്. And so God shares his secrets with his friends. ഇതാ ദൈവം തന്റെ സുഹൃത്തുക്കളുമായി തന്റെ രഹസ്യങ്ങളെ പങ്കുവയ്ക്കുന്നു. God shares his secrets with those who are intimate with him. താനുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ രഹസ്യങ്ങളെ ദൈവം പങ്കുവയ്ക്കുന്നു. God shares his secrets with his bride, the church of Jesus ഇതാ Christ. തന്റെ മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം തന്റെ മർമ്മങ്ങളെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. And Jesus said in the book of John, I now call you my friends. ഇതാ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. And I want to share my heart with you. എന്റെ ഹൃദയം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. Do not let your hearts be troubled, but I want to share my heart with you. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ചില രഹസ്യങ്ങൾ എനിക്ക് പകരുവാനുണ്ട്. Hallelujah. Hallelujah. I believe in today's Friday revival meeting, God wants to genuinely share his heart with his people. ഇത് ദൈവം പരമാർത്ഥമായി തന്റെ ഹൃദയത്തെ ഈ ഹീലിംഗ് ക്രൂസിൽ പങ്കെടുക്കുന്നവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ, തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. I know you've got issues in your heart
there are certain things, there are certain conflicts in your heart, but God says, you know, I know all of that and I know the details of your heart, but I want to share my heart with those who are intimate with me. ഇതാ തീർച്ചയായിട്ടും നിങ്ങളോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, എന്നാൽ കർത്താവ് പറയും നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്കറിയാം, സംഘർഷങ്ങൾ എനിക്കറിയാം, എന്നാൽ അതിലുപരിയായിട്ട് എൻ്റെ ഹൃദയം നീയുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And so today the Holy Spirit is asking, പരിശുദ്ധാത്മ ചോദിക്കുകയാണ്, how many of you want to enter into an intimate relationship with God, that God can share his heart with you? ഇത് ദൈവം ഹൃദയം പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ഉറ്റ ബന്ധത്തിലേക്ക് എത്ര പേർക്കൊന്ന് കടക്കുവാൻ ആഗ്രഹമുണ്ട്? Abraham was called the friend of God. അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിച്ചു. Oh, it's not a title that's freely given. Abraham was so intimate with God. എല്ലാവർക്കും നൽകുന്ന ഒരു സ്ഥാനപ്പേരല്ല ദൈവത്തിന്റെ സ്നേഹിതൻ എന്നത്. അബ്രഹാം അത്രയും ഉറ്റബന്ധം ദൈവമായിട്ടുണ്ടായിരുന്നു. And so that is the relationship God wants to have with his children. അതുപോലൊരു ബന്ധമാണ് തന്റെ മക്കളുമായിട്ട് ദൈവം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Can Jesus call you his best friend today? ഇതാ യേശുവിനെ നിങ്ങൾ നോക്കി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് വിളിക്കാൻ കഴിയുമോ? Can Jesus call you the one that I can share my secrets with? എന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ എനിക്ക് വിശ്വസ്തനായവൻ നിങ്ങളെ പറയാൻ പറ്റുമോ? The Bible says in the book of Isaiah that I will share the treasures in secret and dark places with you. ദേശപ്രവചനത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ ഗുപ്തനിധികളെയും ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ഞാൻ നിനക്ക് തരും. Treasures that are stored in deep areas. ഇതാ അത് അകത്തിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ചില ട്രഷേഴ്സ്, നിക്ഷേപങ്ങൾ, നിധികൾ. Treasures that are kept in the deep areas of God's heart. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവികമായ നിധികൾ. Revelations that can be excavated if you free fall in grace. ഇതാ കൃപയിലേക്ക് നമ്മൾ ഊളിയിട്ടിറങ്ങുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്ന വെളിപ്പാട്, കൃപയുടെ വെളിപ്പാടുകൾ. And God wants to open certain realms for some people sitting here to go into those deep areas of revelation and the secret knowledge of God that comes through intimacy. ഇതാ ദൈവത്തോടുള്ള ഉറ്റബന്ധത്തിൽ നിന്ന് നിങ്ങൾ ആഴത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ചില ദൈവ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ചില വെളിപ്പാടുകൾ, ചില അറിവുകൾ, ജ്ഞാനം, പരിജ്ഞാനങ്ങളെ നേടിയെടുക്കുവാനായി ചിലരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. This is what I hear from the Heavenly Father. He says, I will tear open the skies so that you can get to know me intimately. ഇതാ ഇങ്ങനെയാണ് സ്വർഗീയ പിതാവ് അരുളി ചെയ്യുന്നത്, ഞാൻ ഇത് ആകാശം കീറി, സ്വർഗം കീറി, നിനക്ക് എന്റെ അടുക്കൽ വരുവാൻ, എന്റെ ആഴങ്ങളെ അറിയുവാൻ ഞാൻ തുറന്നിടുകയാണ്. The Heavenly Father says, I will split the sea so that I can have you to myself in the promised land. ഇതാ നിന്നെ എന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരുവാനായി ഞാൻ ഇതാ കടലിനെ വിഭജിച്ച് നിനക്ക് വഴിയൊരുക്കും. I will bring down the Jericho walls so that you can step in to the fullness of what I have for you. ഇത് ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സമ്പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാനായി യെരിഹോവിന്റെ മതിലുകളെ ഞാൻ നിനക്ക് വേണ്ടി നിരപ്പാക്കും. No army can stop you. No army can hinder you from coming to me. ഇത് എന്റെ അടുക്കലേക്ക് വരുന്നതിൽ നിന്നും ഒരു സൈന്യത്തിനോ ഒരു ശക്തിക്കോ നിന്നെ തടയുവാൻ കഴിയുകയില്ല. That is the relationship God is looking with his children. തന്റെ ദൈവമക്കളുമായി ദൈവം നോക്കി പാർക്കുന്ന ഒരു ബന്ധം അപ്രകാരമുള്ളതാണ്. God says, I tore open the veil to the temple so that you can come in, you can step into the presence and have direct access to my heart. ഇതാ ഞാനും നിന്റെ ഹൃദയവുമായിട്ട് ചേർന്നിരിക്കുവാനായി ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ ഞാൻ കീറിക്കളഞ്ഞു. I imagine to myself, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, Jesus is God himself. യേശു ദൈവം തന്നെ ആയിരിക്കുമ്പോൾ At the very name of Jesus, the heaven and earth will tremble. ഇത് യേശുവിന്റെ നാമത്തിൽ സ്വർഗവും ഭൂമിയും വിറക്കുമ്പോൾ, when the presence of God came in, the whole Mount of Sinai started trembling, and there was like an earthquake and a lightning. ഇതാ സീനായി മാമലയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവിടെ ഇടിമുഴക്കമുണ്ടായി, മിന്നൽ പിണരുകളുണ്ടായി. And now John the Apostle is right now laying his head on the chest of Jesus and being intimate with that same person. എന്നാൽ അതേ യേശുവുമായിട്ട് ഇപ്പോൾ ഇതാ യോഹന്നാൻ മാറിൽ ചാരി അവന്റെ ഹൃദയത്തുടിപ്പുകൾ അറിയുകയാണ്. Oh, the mystery is knowing how great our God is and yet how close he's pulling us to him. ഇതാ മർമ്മം ഇതാണ്, നമ്മുടെ ദൈവം എത്ര മഹാനാണ്, എത്ര ഭയങ്കരനാണ്, അപ്പോൾ തന്നെ എത്രത്തോളം നമ്മളെ അടുത്തിരിക്കുന്ന ഒരു ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Amen. Amen. So how many of you want to get into a
more intimate relationship with God, to hear from Him, His voice clearly. ഇത് ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കുന്ന തരത്തിലുള്ള ആ ഉച്ചബന്ധത്തിലേക്കൊന്ന് അടുത്തു ചെല്ലുവാൻ എത്ര പേർ വാഞ്ചിക്കുന്നു? The Lord says over you, the friendship of the Lord is for those who fear Him, and He makes known to them His covenant. ഇതാ തന്നെ ഭയപ്പെടുന്നവർക്കായി ദൈവത്തിന്റെ ആ സഖിത്വം അവൻ നൽകുകയാണ്. തന്റെ ഉടമ്പടി അവരെ അറിയിച്ചു കൊടുക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Let's just worship Him together by opening our hearts right now. നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കർത്താവിനെ ആരാധിക്കാം. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനവൻ, വീരനാണവൻ. ഹോസാന, ഹോസാന, ചേർന്ന് പാടിയാലും ഹോസാന. മാർവിൽ ചാരിടാം, മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവൻ, വീരനായവൻ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവൻ, വീരനായവൻ. ചേർന്ന് പാടാം. ഹൃദയങ്ങളെ തുറന്ന് ചേർന്ന് പാടാം. യേശുവേ, ഹോശാവരെ ഹന്തോ സിഖാവരെ ഈ സമയത്ത് ഹൃദയത്തിൽ നിന്ന് ഒറ്റൊരു പ്രാർത്ഥന, കർത്താവേ, അങ്ങയുമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കർത്താവേ എന്നെ കൂട്ടിക്കൊണ്ടു പോകണമേ. Father, I want to know you. പിതാവേ, അങ്ങയെയൊന്ന് അറിയണം. Don't consider me ordinary, Father. സാധാരണയായി എന്നെ കണക്കിടരുത്. Don't consider me like another believer, Lord. മറ്റൊരു വിശ്വാസി പോലെ എന്നെ കാണരുതപ്പാ. I am your favored son. ഓ, ഞാൻ അങ്ങയുടെ പ്രിയ I am മകനാകുന്നു. your favorite daughter. അങ്ങയുടെ ഏറ്റവും ഇഷ്ടമുള്ള മകളാകുന്നു. I want to hear your voice. അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. Oh, I want special encounters with you. അങ്ങയുമായിട്ട് വിശേഷപ്പെട്ട ചില ഇടപെടലുകൾ എനിക്ക് വേണം. Lord, I want to know you deeply, and I want to know you from the depths of my heart, Father. കർത്താവേ, ആഴത്തിൽ എനിക്ക് അങ്ങയൊന്ന് അറിയണം. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അങ്ങയൊന്ന് അറിയണം. Lord, let my eyes go past the surface level. കർത്താവ്, എന്റെ കണ്ണുകൾ ഉപരിതലത്തിൽ പരതി നടക്കാതെ Let my eyes go past the surface level of the words in the Bible. Help me to encounter you from the word. ഈ ലോകത്തിന്റെ ഉപരിതലത്തിൽ കറങ്ങി നടക്കാതെ അങ്ങയിലേക്ക് പതിഞ്ഞിരിക്കുന്ന കണ്ണുകളെ എനിക്ക് തരണമേ.
Holy Spirit, have your way in our midst tonight. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഇഷ്ടം പോലെ ഞങ്ങളുടെ നടുവിൽ അങ്ങ് പ്രവർത്തിക്കണമേ. Heal the sick people tonight, Lord. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ കർത്താവേ. Wherever people are connected to this healing service, to this revival meeting, Lord Jesus, thank you for stretching out your hands and healing people. കർത്താവ്, എവിടെയൊക്കെ ആളുകൾ രോഗികളായി പല ആവശ്യങ്ങളോടുകൂടി കണക്ട് ചെയ്തിരിക്കുന്നുവോ അവിടേക്കെല്ലാം അങ്ങയുടെ കരങ്ങളെ നീട്ടി അങ്ങ് അവരെ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord Jesus, give encounters to people with you. അങ്ങയുമായിട്ടുള്ള ചില ഇടപെടലുകൾ ജനങ്ങൾക്ക് കൊടുക്കണമേ. Let there be turnarounds, Lord. ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഇന്ന് സംഭവിക്കട്ടെ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. Please be seated. ദയവായിരിക്കാം. I just want to speak a few things from Psalm 84. സങ്കീർത്തനങ്ങൾ 84 നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. There are 150 psalms in the book of Psalms. സങ്കീർത്തന പുസ്തകങ്ങളിൽ 150 സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. It's like a songbook of the people of Israel. ഇസ്രായേൽ മക്കളുടെ ഒരു പാഠപുസ്തകം പോലെയാണ് സങ്കീർത്തന പുസ്തകം. It's a collection of all the songs written by people who associated with the Lord from their experiences, etc. ഇത് ദൈവമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചവർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് രചിച്ചതാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ. And every song, every psalm has a background. എല്ലാ സങ്കീർത്തനങ്ങൾക്കും ഈ എല്ലാ പാട്ടുകൾക്കും ഒരു പശ്ചാത്തലമുണ്ട്. Now this psalm is written by the sons of Korah. ഈ സങ്കീർത്തനം കോരഹിന്റെ പുത്രന്മാർ എഴുതിയതാണ്. I'm not going to that history tonight. ആ ഒരു ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. But what I understand is that Psalm 84 is a pilgrim song. ഞാൻ ഇപ്രകാരമാണ് മനസ്സിലാക്കുന്നത്, ഒരു തീർത്ഥാടകന്റെ ഒരു പാട്ടാണ് സങ്കീർത്തനങ്ങൾ 84. It's like groups of people who visited Jerusalem, groups of people who visited the temple of God, maybe yearly, maybe twice a year or thrice a year. As they were coming in groups, the expectations and the longing they have for the presence of God in anticipation of reaching there. ഇതാ യെരുശലേം ദേവാലയത്തിലേക്ക് ആളുകൾ, ഇസ്രായേൽ മക്കൾ, അവർ ചില കൂട്ടർ കടന്നു വരുമ്പോൾ അവർ ഒരുപക്ഷെ വർഷത്തിൽ ഒരിക്കലായിരിക്കാം, 2 തവണയോ ഒരുപക്ഷെ 3 തവണയൊക്കെ ആയിരിക്കാം ദേവാലയത്തിലേക്ക് അവർ വരുമ്പോൾ അവരുടെ ഹൃദയത്തിലുള്ള ദൈവാലയം അടുക്കും തോറും അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന അഭിവാഞ്ച, അവരുടെ പ്രതീക്ഷ, ദൈവാലയത്തെക്കുറിച്ചുള്ള ആ ഒരു അവരുടെ ആഗ്രഹത്തെയാണ്, മോഹത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ. Wherever people were scattered, wherever people had a diaspora, this was their practice. At least once a year, they would come with all their friends, relatives, neighbors together to the Jerusalem temple. ഇതാ ആളുകൾ പലയിടങ്ങളിലായിട്ട് ചിതറി പാർക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലെങ്കിലും യെരുശലേം ദേവാലയത്തിലേക്ക് വരിക, ആരാധിക്കുന്നത് അവരുടെ ഒരു പതിവായിരുന്നു. Even in Jesus' time, as you know, Jesus' parents, along with their neighbors in Nazareth, they came to the temple to worship God, and they found that Jesus was missing when he was 12 years. യേശുവിന്റെ ബാല്യകാലത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, നസ്രത്തിൽ ദൂരസ്ഥലത്ത് നിന്ന് യേശുവിന്റെ മാതാപിതാക്കളും യേശുവുമായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നതും യേശുവിനെ അവിടെ കാണാതെയാകുന്ന ഒരു രംഗം നമ്മൾ വായിക്കുന്നു. Now, when a team of people, a group of people are going to the temple, ഇതാ ഒരു സംഘം ആളുകൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. how would they expect to be in the presence of God? ആ ദൈവ സാന്നിധ്യത്തിൽ എപ്രകാരമായിരിക്കുവാൻ അവർ പ്രതീക്ഷിക്കുന്നു, That's what ആഗ്രഹിക്കുന്നു. is portrayed here. അതാണ്
ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നു. Let's read from verse number 1. ഒന്നാം വചനം മുതൽ. How lovely is your dwelling place, Lord Almighty. My soul yearns, even faints, for the courts of the Lord. My heart and my flesh cry out for the living God. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. So you can see a thirst for God, a hunger for God in these verses. ഈ വചനങ്ങളിൽ ദൈവത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം, ദൈവത്തിനു വേണ്ടിയുള്ള ഒരു വിശപ്പ് ഈ വചനങ്ങളിൽ നമുക്ക് കാണാം. How many of you know that a man has different hungers and different thirsts? നിങ്ങൾ എത്ര പേർക്ക് അറിയാം, ഒരു മനുഷ്യന് വ്യത്യസ്ത രീതികളിലുള്ള വിശപ്പും ദാഹവുമാണുള്ളത്. It's not only for food and water, bread and water. It's also for the spiritual things. ഭക്ഷണത്തിനായുള്ള അപ്പത്തിനും വെള്ളത്തിനുമായുള്ള ദാഹം മാത്രമല്ല, ആത്മീക കാര്യങ്ങൾക്കുമുള്ള ദാഹവും വിശപ്പും. Many times a common man becomes so carnal. Carnal means so focused into the five senses that they forget their spiritual needs. പലപ്പോഴും ഈ ലോകത്തിലെ മനുഷ്യർ അവരുടെ ജഡസ്വഭാവത്തിൽ അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് തിരിച്ചറിയാവുന്ന അവരുടെ ആവശ്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് അവരുടെ ആത്മീകമായ കാര്യങ്ങളെ അവർ മറന്നു ജീവിക്കുന്നു. But there are people who realizes their spiritual thirst and hunger, and they search for God, they seek for God. എന്നാൽ അവരുടെ ആത്മീകദാഹം വിശപ്പും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. I appreciate everyone present here and everyone who has joined online, because you are seeking God. You're seeking the presence of God. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ, ഓൺലൈൻ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. Yes. Hallelujah. ഹല്ലേലൂയ. And the Lord says, you will seek me, and when you seek me with all of your heart, I will be found of you. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് വചനം പറയുന്നു. Say it again. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് ദൈവവചനം പറയുന്നു. One more time. One more. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് വചനം പറയുന്നു. There are billions of seekers of God in this planet, but who will really find him? Those who not just seek, but seek with all of their heart. ഇത് ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. എന്നാൽ ആരാണ് ദൈവത്തെ കണ്ടെത്തുന്നത് അറിയാമോ? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അവൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. I feel like telling you that these days the Lord is going to reveal himself to some of you. ഇതാ കർത്താവ് നിങ്ങൾ ചില ആളുകൾക്ക് തന്നെത്താൻ ദൈവത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. God revealed himself to Moses. He revealed himself to Abraham. He revealed himself to Daniel. If you're a seeker of God, he's more than willing to reveal himself to you. ഇതാ ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു, ദാനിയേൽ വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ കർത്താവ് തന്നെത്താൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. And I believe that there are thousands of different kinds of revelation of God. ഇതാ ആയിരക്കണക്കിന് പലതരത്തിലുള്ള വെളിപ്പാടുകൾ ദൈവത്തെ കുറിച്ചുണ്ട്. To Abraham, he revealed himself on different occasions in different forms, or different aspects of God was revealed. എന്നാൽ അബ്രഹാമിന് തന്നെ ദൈവം പ്രത്യക്ഷനായപ്പോൾ, അല്ലെങ്കിൽ തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ പല സന്ദർഭങ്ങളിലും പല രീതിയിലാണ് ദൈവം തന്നെ അബ്രഹാമിനെ വെളിപ്പെടുത്തി കൊടുത്തത്. When Abraham was in need of a lamb, he revealed himself as Jehovah Jireh, the Lord who provides. അബ്രഹാമിന് ഒരു കുഞ്ഞാടിനെ ആവശ്യമായിരുന്ന സമയത്ത് യഹോവ ഈരയായി കരുതുന്ന ദൈവമായിട്ട് വെളിപ്പെട്ടു. If you are in need, he will reveal himself as I am the provider. I am your caretaker. I am your supplier. I am your provider. I am your source, and I am your resource. ഇതാ നിങ്ങൾ ഒരു ആവശ്യത്തിലിരിക്കുന്നെങ്കിൽ, ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്നെങ്കിൽ, കർത്താവ് യഹോവ ഈരയായി നിനക്ക് വേണ്ടി കരുതുന്നവനായി, നിന്റെ ഉറവിടമായി, നിനക്കുള്ള മറുപടിയായി കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തും. When he was childless,
when the natural strength was deteriorating in Abraham, God revealed himself as El Shaddai. ഇതാ അബ്രഹാം പ്രായം ചെന്ന് വൃദ്ധനായിരിക്കുമ്പോൾ, തനിക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ശേഷിയില്ലാതെ ശരീരം ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് അവന് ദൈവം സർവശക്തനായ എൽ ഷദായി വെളിപ്പെട്ടു. Tonight I believe the Lord is going to reveal himself to some of you as El Shaddai, the omnipotent, all-powerful God who is strong like a mountain. ഇതാ ഇന്ന് നിങ്ങളിൽ ചില ആളുകൾക്ക് പർവ്വതം പോലെ ബലമുള്ളവനായ, അത്യുന്നതനായ, ഏറ്റവും സർവശക്തനായ എൽ ഷദായി ആയിട്ട് കർത്താവ് വീര്യം പ്രവർത്തിക്കുന്ന ദൈവമായി നിങ്ങൾക്ക് വെളിപ്പെടാൻ പോവുകയാണ്. El Shaddai means the all-powerful one. ഇതാ എൽ ഷദായി എന്ന വാക്കിനർത്ഥം സർവശക്തനായവൻ. Another meaning is the breasted one, to feed you and to nourish you. ഇതാ മറ്റൊരു പരിഭാഷ എന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ പരിപാലിക്കുവാൻ, മുലയൂട്ടുവാൻ തക്കവണ്ണം മാറോട് കൂടെയുള്ളവൻ. Hallelujah. ഹല്ലേലൂയ. So according to your need and according to your occasion, according to the situation and according to your capacity to understand him, he will reveal himself to you. ഇത് ഓരോ സന്ദർഭങ്ങളിലും നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലവാരത്തിൽ അവൻ തന്നെത്താൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. Hallelujah. ഹല്ലേലൂയ. But the key factor is the hunger and thirst. എന്നാൽ അതിൻ്റെ താക്കോലായ കാര്യം, പ്രധാന കാര്യം എന്നത് നിങ്ങൾക്ക് അകത്തുള്ള വിശപ്പും ദാഹവുമാണ്. How many of you are God seekers and God chasers? ഇതാ ദൈവത്തെ പിന്തുടരുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ദൈവത്തെ അന്വേഷിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? There are people who are seeking after people. There are man chasers. There are wealth chasers. People are chasing many things, but if you are a seeker of God, he will come and reveal himself to you. ഇതാ മനുഷ്യരുടെ പുറകെ പോകുന്നവരുണ്ട്, മനുഷ്യരെ പോലെ അവരെ പിന്തുടരുന്നവരുണ്ട്, കാര്യങ്ങളുടെ പുറകെ പോകുന്നവരുണ്ട്. എന്നാൽ ദൈവത്തെ പിന്തുടരുന്നവരാണ് നിങ്ങളെങ്കിൽ, ദൈവത്തിന്റെ പുറകെ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, അവൻ തന്നെത്താൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. Now, the writer of this psalm, he is finding himself in a group of pilgrims who are journeying to the presence of God. ഇതാ ദൈവ സാന്നിധ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരുടെ നടുവിൽ ഒരുവനായി ഈ സങ്കീർത്തനക്കാരൻ തന്നെ കാണുകയാണ്. Aren't we also like that? നമ്മളും അതുപോലെ തന്നെയല്ലേ? We are also among a group of people who are heading to Zion, heading to the presence of God, heading to heaven. ഇതാ സ്വർഗത്തിലേക്ക്, സിയോനിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകർ ഒരാളാണ് നമ്മൾ എല്ലാവരും. Amen. ഹല്ലേലൂയ. ആമേൻ. How lovely. എത്ര Is മനോഹരം. your dwelling place, Lord Almighty. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. This means he had a pre-experience of getting there. He had previously experienced the loveliness, the beauty of the Almighty God. അതിൻ്റെ അർത്ഥം ഇതാണ്: ഇതിനു മുൻപ് ആ ദൈവ സാന്നിധ്യത്തിൽ ആയിരുന്നതിൻ്റെ ആ മനോഹരത്വം അനുഭവിച്ചറിഞ്ഞവനാണ് അവൻ. അതിൻ്റെ ആ മാധുര്യത്തിൽ നിന്നുകൊണ്ടാണ് അവനിത് പാടുന്നത്. Some people, if they have gone through the intoxication experience of some drugs or some liquor, they will want it more, once again, once again, once again. ചില ലഹരി പദാർത്ഥങ്ങൾ, മയക്കുമരുന്നുകൾ, അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, അതിൻ്റെ ലഹരി തലയ്ക്ക് മത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വേണം, ഇനിയും എനിക്ക് ഉപയോഗിക്കണം, ഇനിയും വേണം എന്നൊരു ചിന്ത അവരിൽ വരുന്നു. How many of you know that the loveliness of God, the beauty of God is intoxicating and we will want more of it? അതുപോലെ തന്നെയാണ് ആ ദൈവത്തിൻ്റെ മനോഹരത്വം. അത് രുചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവൻ വീണ്ടും എനിക്ക് വേണം, കൂടുതൽ എനിക്ക് വേണം. അത് നമുക്കൊരു ദൈവികമായ ലഹരി തരുന്നതാണ്. Lift up your right hand, say, Lord, I want you more. കരങ്ങൾ ഉയർത്തിയൊന്ന് പറയാമോ? കർത്താവേ, എനിക്കങ്ങയെ കൂടുതൽ വേണം, എനിക്കങ്ങയെ കൂടുതൽ വേണം. രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശരിക്കും ഒന്ന് പറ, കർത്താവേ, എനിക്ക് കൂടുതൽ വേണം. I want to know you more. I want to experience you more. I want to enjoy you more. I want to taste you more. അങ്ങയെ കൂടുതൽ അറിയണം കർത്താവേ, അങ്ങയെ കൂടുതൽ ഞങ്ങൾക്ക് വേണം കർത്താവേ. അങ്ങ് വേണം അപ്പ, അങ്ങ് വേണം കർത്താവേ. Hallelujah. ഹല്ലേലൂയ.
Verse number 2. My soul yearns, even faints for the courts of the Lord. My heart and my flesh cry out for the living God. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. Now this kind of a yearning, longing, this kind of that hunger and thirst is reflected in many passages of the scripture. ഇത് തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങളായി ഇതുപോലത്തെ ഒരു വാഞ്ചയും മോഹവും ആഗ്രഹവും പലയിടങ്ങളിലായിട്ട് പ്രതിഫലിക്കുന്നു. In another psalm, I think Psalm 42, it says, as the deer pants for the waters, so my soul longs for you. ഇതാ മറ്റൊരു സങ്കീർത്തനം 42-ാം സങ്കീർത്തനമാണ് തോന്നുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം അങ്ങോട്ട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. Psalm 63, again another man is crying out, in a wilderness where there is no water, my body, my soul and my spirit is longing for you. ഇതാ മറ്റൊരു സങ്കീർത്തനങ്ങൾ 63-ാം സങ്കീർത്തനങ്ങളിൽ ആ സങ്കീർത്തനക്കാരൻ പാടുകയാണ്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The whole world is like a wilderness. മുഴു ഭൂമിയും ഒരു മരുഭൂമി പോലെയാണ്. We may thirst. നമ്മൾ അവിടെ ദാഹമുള്ളവരായി There could be mirage everywhere. എല്ലായിടങ്ങളും മരീചികകൾ ഉണ്ടാകും. We think that we will get pleasure or we will get satisfaction from this stuff, but you will not get it. ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് തൃപ്തി ഉണ്ടാകും, ഈ ഒരു കാര്യത്തിൽ എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ ഓർത്ത് അതിന്റെ അടുക്കൽ ചെല്ലുന്നു. But nothing in this world can ultimately satisfy our hunger for God. എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ വിശപ്പും ദാഹവും അടക്കുവാനായി ഈ ലോകത്തിൽ ഒരു കാര്യത്തിനും കഴിയുകയില്ല. Can I share my heart with you tonight? എൻ്റെ ഹൃദയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. If you are frustrated with anything in your life, if you are dissatisfied with anything in your life, that is an indication that the Holy Spirit is taking you to the real satisfactory satisfaction that is found in the heart of God, in the presence of God. ഇതാ നിങ്ങൾ ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാതെ നിങ്ങൾ അതൃപ്തരായും മുഷിഞ്ഞും ഇരിക്കുന്നെങ്കിൽ, മടുത്തിരിക്കുന്നവരാണെങ്കിൽ, ഒന്നിലും നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം തൃപ്തി കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ മാത്രം പൂർണ്ണ തൃപ്തി അടയുവാൻ കഴിയുന്ന ആ ദൈവത്തിൽ മാത്രം നിങ്ങളെ തൃപ്തി അടയുവാൻ നിങ്ങളെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. The gift the world gave to the Son of God was a crown of thorns and a cross. ഈ ലോകം ദൈവപുത്രന് നൽകിയത് മുൾക്കിരീടവും ക്രൂശും മാത്രമാണ്. But that time Jesus was thirsting for his Father. എന്നാൽ ആ സമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ പിതാവിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു. If you're going through thorny experiences, pricking experiences, agonizing situations, remember, the Lord is there and He is wooing you to His presence, and He is saying, son, daughter, I will give you that soothing, that comforting experience, that rest, blessed rest in my presence. ഇത് നിങ്ങൾ മുള്ളിൻ്റെ അനുഭവങ്ങളിലൂടെ, നീറുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവരാണെങ്കിൽ ദൈവം പറയുകയാണ്, മകനെ, മകളെ, നീ എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിനക്ക് ഏറ്റവും നിന്നെ ഊഷ്മളമായ സുഖകരമായ ദൈവികമായ ആശ്വാസത്തിലേക്ക്, ദൈവികമായ വിശ്രാമത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് ഞാൻ കൊണ്ടുവരാം. The writer of this song is among a group of people. That means he is having a fellowship with other pilgrims, but he is not satisfied there. His expectation is the loveliness and the beauty of the Almighty God. ഇതാ ഈ സങ്കീർത്തനക്കാരൻ താൻ ഒരു കൂട്ടായ്മയുടെ അകത്താണ്, ഇതാ ദൈവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ ഒപ്പമാണ്. ആ കൂട്ടായ്മയുടെ അകത്തും താൻ തൃപ്തനാകുന്നില്ല. തൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നത് ദൈവാലയത്തിനകത്ത് ചെല്ലണം, അവിടെയുള്ള മനോഹരത്വം എനിക്കൊന്ന് കാണണം. Of course, friendship is good, fellowship is good, but that is not the ultimate thing. ഇത് തീർച്ചയായിട്ടും സഖിത്വം നല്ലതാണ്, കൂട്ടായ്മ ആചരിക്കുന്നത് നല്ലതാണ്, പക്ഷെ ആത്യന്തികമായി അവിടെ നാം നിൽക്കേണ്ടവരാണ്. Many of the friendships
and relationships will be broken in this world. That will be so painful experience, but the friendship and the fellowship with the Lord Jesus is eternal. It's not momentary, it is not for a season, it's not for some time, it's eternal. ഇതാ ഈ ലോകത്തിലെ അനേക ബന്ധങ്ങളും ഇടയ്ക്ക് വെച്ച് ഉടഞ്ഞു പോകും, ഇടയ്ക്ക് വെച്ച് തകർന്നു പോകും. എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് നിത്യമായ ബന്ധമാണ്. അതൊരിക്കലും ഉലഞ്ഞു പോവുകയില്ല, അതൊരിക്കലും തകർന്നു പോവുകയില്ല. If all the frustration in this world, if all kinds of agonizing situations in this world is pushing you to the presence of God, you are in the right track, you are in the right attitude. ഇതാ ഈ ലോകത്തിലെ സകല വേദനകളും സകല മടുപ്പുകളും നിങ്ങളെ ദൈവസാന്നിധ്യത്തിലേക്ക് തള്ളിവിടുന്നെങ്കിൽ നിങ്ങൾ ശരിയായ ഇടത്താണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ശരിയായ ട്രാക്കിൽ തന്നെയാണ്. If problems in this world are repelling you from God, you're not in the right track. എന്നാൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിയാണ് വലിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലല്ല. One more time. ഇത് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ദൈവത്തിൽ നിങ്ങളെ അകറ്റിക്കളയുന്ന രീതിയിൽ, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന രീതിയിലാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലല്ല. A title or a narration that is given to David is this: a man after God's own heart. ഇതാ ദാവീദ് രാജാവിന് നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു പേര് ഇതാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. But I think in the Old Testament there is, even in the New Testament there is nobody is described like that. ഇതാ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിൽ പോലും മറ്റൊരാളെയും അപ്രകാരം കർത്താവ് വിശേഷിപ്പിക്കുന്നില്ല. I request all men sitting here say, a man after God's own heart. ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരും ചേർന്ന് പറയാമോ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. And all the ladies say, a woman after God's own heart. എല്ലാ സ്ത്രീകളും ചേർന്ന് പറയാമോ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള സ്ത്രീ. Hallelujah. ഹല്ലേലൂയ. But if you study the character of David, you will understand that he was a weak man. He had so many weaknesses. He was a killer once. He was an adulterer. He committed many sins in his life. But still, the title remains. Why? ഇതാ ദാവീദിന്റെ ജീവിതകഥ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചു കഴിഞ്ഞാൽ അവൻ പല ബലഹീനതകളും കുറവുകളുമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കൽ അവനൊരു കൊലപാതകയായി മാറി, ഒരിക്കൽ വ്യഭിചാരിയായിട്ട് മാറി. എന്നിട്ടും പലതവണ വീണുപോയിട്ടും എന്തുകൊണ്ട് കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് അവന് പേര് വീണു? This is my observation. After all, after everything, he would run to the presence of God and he would cry, Lord, I don't have any other place to go. If I am falling into your hands. You can kill me, you can take my life, whatever you can do with me, no problem. I have nowhere else to go. ഇത് തൻ്റെ ഓരോ വീഴ്ചകൾക്ക് ശേഷവും താൻ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ചെന്ന്, കർത്താവ് വേറെ എവിടെ പോയി ഒളിക്കുവാൻ എനിക്കില്ല, മറ്റെങ്ങും മറ്റാരുടെ അടുക്കലും എനിക്ക് പോകുവാനില്ല, അങ്ങ് മാത്രമേ എനിക്കുള്ളൂ, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം, ഏത് ശിക്ഷയും നൽകാം, പക്ഷെ അങ്ങയെ കൂടാതെ എനിക്ക് പറ്റുകയില്ല. Can I ask you a question? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, When you find yourself in a position where you have completely, utterly failed, when you find yourself in a position where you are utterly broke, where will you go? നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ പരാജയത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും തകർന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പോകുന്നത്? പോകാൻ കഴിയും. When you are financially broke, where will you go? നിങ്ങൾ സാമ്പത്തികമായി തകർന്നടിയുമ്പോൾ എവിടെ നിങ്ങൾ പോകും? When people reject you, where will you go? ആളുകൾ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ എവിടെ പോകും? Even the intimate relationships are broken. When you are so hurt, where will you go? ഏറ്റവും ഉറ്റ ബന്ധങ്ങൾ പോലും ഉടഞ്ഞ് നിങ്ങൾ മുറിവേറ്റവരായി തകർന്ന് ഉടഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോകും? When people deceive you, where will you go? ആളുകൾ നിങ്ങളെ വഞ്ചിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോകും? David went through all these situations. ദാവീദ് ഈ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയി. Some of the intimate friends who was on his side went to the other side, the enemy's side, and they really denounced him and betrayed him. ഇത് തന്റെ ഏറ്റവും അടുക്കൽ നിന്ന തന്റെ ഉറ്റ സ്നേഹിതന്മാർ പോലും തന്നിൽ നിന്നും അകന്ന് ശത്രുപക്ഷത്ത് ചെന്ന് തന്നെ ഒറ്റിക്കൊടുക്കുകയും തനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിലും അവൻ ദൈവസന്നിധിയിൽ തന്നെയാണ് ചെന്നത്. Even his own wife Michal,
she rejected him. ഇത് തന്റെ സ്വന്തം ഭാര്യ മീഖൽ പോലും തന്നെ തള്ളിക്കളഞ്ഞ അവസരമുണ്ടായി. But through all these situations, if you watch his life, he went and fell at the footstool of God. പക്ഷേ എല്ലാ ഓരോ സാഹചര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദാവീദ് ദൈവത്തിന്റെ പാദത്തിങ്കൽ പോയി വീഴും. And I describe it as the character of a man after God's own heart. അതുപോലൊരു സ്വഭാവത്തെ, ജീവിത രീതിയെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെന്ന് ഞാൻ വിളിക്കും. Praise God. And if you have that kind of a heart, this will come out of you. How lovely is your dwelling place, Lord Almighty. അപ്രകാരമുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പാട്ട്, ഈ ഒരു വചനം നിങ്ങളുടെ അകത്തുനിന്ന് വരും. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. Psalm 16 and verse number 11, I think, Lord, in your presence there is joy, and on your right hand side there is immense joy. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. Hallelujah. ഹല്ലേലൂയ. So once you taste that, you will want more. നിങ്ങൾ ഒരിക്കൽ അത് രുചിച്ചറിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ വേണമെന്ന് ആഗ്രഹം. How many of you know that loving God is an addiction? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കർത്താവിനെ സ്നേഹിക്കുന്നത് ഒരു അഡിക്ഷൻ പോലെയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നത് നിങ്ങൾക്കൊരു അഡിക്ഷൻ പോലെയാണ്. നിങ്ങൾ അതിന് അടിമപ്പെട്ടു പോകും. അമ്മേ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പിരിഞ്ഞു മാറുവാൻ കഴിയില്ല, പിന്തിരിയുവാൻ കഴിയുകയില്ല. I think it is stronger than drug addiction. അത് മയക്കുമരുന്നിന് അടിമയാകുന്നതിനേക്കാൾ വലിയൊരു ലഹരിയാണ്. I think that's why people were even ready to become martyrs for the love of God. അതുകൊണ്ടാണ് ആ ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തം ജീവൻ കൊടുക്കാൻ പോലും, രക്തസാക്ഷിയാകാൻ പോലും ആളുകൾ ഒരുങ്ങുന്നത്. That's why people, millions and millions of people were ready even to forfeit anything in this world for the love of Christ. ചരിത്രത്തിൽ ലക്ഷക്കണക്കിന് കോടാനുകോടി ആളുകൾ ഇതാ യേശുവിന് വേണ്ടി അവരുടെ എല്ലാം കൊടുക്കുവാൻ, പ്രാണൻ കൊടുക്കുവാൻ സകലത്തിനും അവർ തയ്യാറായി. Hallelujah. ഹല്ലേലൂയ. Romans chapter 8, when you come to the last portion, the last few scriptures, verses, it says, nothing can separate you from the love of Christ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാന വചനങ്ങളിലേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ഇതിൽ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. That is the love of God He has for you. ഇതാ അത്രയും വലിയ സ്നേഹമാണ് ദൈവത്തിന് നിങ്ങളോടുള്ളത്. But at the same time, there is another love that is coming from us to Him. That also is so strong and addictive. അത് ദൈവത്തിന്റെ സ്നേഹം ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ നമ്മിൽ നിന്നും ദൈവത്തോടുള്ള ഒഴുകുന്നൊരു സ്നേഹമുണ്ട്. ആമേൻ. അത് ഇത് ആർക്കും വേർപിരിക്കാൻ കഴിയാത്ത ലഹരിയുള്ള, എന്തിനേക്കാൾ ലഹരിയുള്ള ഒരു സ്നേഹം. Tonight I believe the Holy Spirit is bringing an addiction to the love of God in every heart. ഇത് എല്ലാ ഹൃദയങ്ങളിലും ദൈവ സ്നേഹത്തിനോടുള്ള ഒരു അടിമത്വം, ഒരു ലഹരി കർത്താവ് ഇന്ന് കൊണ്ടുവരികയാണ്. Come on, somebody frantically shout a hallelujah to the lover of your soul. ഇതാ നമ്മുടെ പ്രാണപ്രിയന്, പ്രേമകാന്തന് എത്ര പേർ ഭ്രാന്തമായ ചില ആർപ്പുകൾ, സ്തുതികൾ, ഹല്ലേലൂയ. The entire Bible, maybe you can see us the longest and the strongest and the most powerful and the greatest love song that God has for us. ഇതാ മുഴുവൻ ബൈബിളിൽ ഏറ്റവും വലിയ, ഏറ്റവും ആഴമുള്ള, ഏറ്റവും ബലമേറിയ സ്നേഹഗീതം, പ്രേമത്തിന്റെ ഗീതം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഗീതമാണ്. So this man is yearning, longing to reach the dwelling place of God. ഇതാ ഈ വ്യക്തി ദൈവത്തിന്റെ ആലയത്തിലേക്ക് എത്തുവാനായി അവൻ വാഞ്ചിച്ച് മോഹിച്ചു പോവുകയാണ്. For them in those days, they had to travel maybe miles and miles from distant places as groups of pilgrims to reach that dwelling place
maybe once a year. That was the only privilege they had. ഇത് അന്നത്തെ കാലത്ത് ഒരുപക്ഷെ വർഷത്തിൽ ഒരിക്കൽ വളരെ ദീർഘദൂര സ്ഥലങ്ങളിൽ നിന്ന് മൈലുകൾ യാത്ര ചെയ്ത് ദിവസങ്ങൾ യാത്ര ചെയ്ത് തീർത്ഥാടന സംഘങ്ങളായി അവർക്ക് യാത്ര ചെയ്ത് അവർ ദൈവത്തിന്റെ ആലയത്തിൽ വരണമായിരുന്നു. That was Old Testament. അത് പഴയ നിയമത്തിലെ കഥ. But today, every moment we can be in that loveliness of the presence of the Almighty God. എന്നാൽ ഇത് നമുക്ക് എല്ലാ ദിവസവും എല്ലാ നേരവും അവൻ്റെ ആ മനോഹര സാന്നിധ്യത്തിൽ ഇരിക്കുവാനായി നമുക്ക് കൃപ ലഭിച്ചു. Shall we read verse number 4? നാലാമത്തെ വചനത്തിലേക്ക് ഒന്ന് പോകാം. Blessed are those who dwell in your house. They are ever praising God. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. These pilgrims never had that privilege because they had once a year, twice a year, whenever the pilgrims came. But there were some people who were always there, the Levites, some priests, some of them who were really serving in the temple of God. He's saying, blessed are those who dwell in your house because they are ever praising God. He was really wanting to have that experience. ഇതാ അവിടെ ഈ തീർത്ഥാടകർക്ക് അവർ ആലയത്തിൽ വന്നവർക്ക് മടങ്ങിപ്പോകണം. അവർക്ക് എപ്പോഴും അവിടെ പാർക്കുവാൻ സാധ്യമല്ല. എന്നാൽ ആ ആലയത്തിൽ നിരന്തരമായി പാർക്കുന്ന ലേവ്യരായിരിക്കാം, പുരോഹിത വർഗമായിരിക്കാം, അവർക്കെപ്പോഴും കർത്താവിനെ സ്തുതിക്കാം എന്ന കാര്യത്തെ അവർ ഭാഗ്യത്തോടുകൂടി ഓർക്കുകയാണ്. Number 5. Blessed are those whose strength is in you, whose hearts are set on pilgrimage. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. Again, talking about the pilgrims going as a group. All of them are now going to Zion, where the temple is situated. So they have the roots in their heart to reach the presence of God, the temple of God. ഇത് വീണ്ടും ആ തീർത്ഥാടന സംഘത്തെ പോലെ അവർ പറയുകയാണ്, സിയോനിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവ ആലയത്തിലേക്ക് പോകുവാനുള്ള ആ വഴികൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറയും. Everyone sitting here online, you are blessed because the real way you have found. Jesus is, I am the way. ഇതാ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓൺലൈനിൽ പങ്കുചേരുന്നവർ കർത്താവ് പറയും, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം യഥാർത്ഥ വഴിയായ ഏക വഴിയായ യേശുവിനെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. I am the way, the truth and the life, and no one comes to the Father except through me. So Jesus is the way for the pilgrims. ഇതാ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞതുപോലെ ഇതാ തീർത്ഥാടകർക്കുള്ള യഥാർത്ഥ വഴി യേശു തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. Verse number 6 says, they pass through the valley of Baca. They make it a place of springs. The autumn rains also cover it with pools. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമാകുന്നു. I don't know the exact meaning of this, but as I assume this, on the way there was a valley. These pilgrims were going through that valley of Baca. In some translations, it is translated as the valley of tears. ഇതാ ആ തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന വഴിയിൽ ഭാഗ എന്ന് പറയുന്ന താഴ്വര ഉണ്ടാകാം. ചില പരിഭാഷകളിൽ കണ്ണുനീരിന്റെ താഴ്വര എന്നതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. What I understand is those pilgrims went through the valley of tears. We may go through the valley of tears in some seasons, in some situations. ഇതാ ആ തീർത്ഥാടകർ കണ്ണുനീരിന്റെ ഒരു അനുഭവത്തിലൂടെ അവർ കടന്നുപോയി. നമ്മുടെ ജീവിതത്തിലും ചില കാലങ്ങളിൽ ചില സമയങ്ങളിൽ കണ്ണുനീരിന്റെ അവസ്ഥകളിലൂടെ നാം കടന്നു പോകാം. But remember one thing, the valley of Baca was only a certain phase in the entire route.
ഇതാ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം, ആ മുഴുവൻ യാത്രയിൽ ഒരു പ്രത്യേക കാലം മാത്രം, പ്രത്യേക സമയം മാത്രമാണ് ഈ കണ്ണുനീർ താഴ്വര, ഭാഗ താഴ്വരയുള്ളത്. It was only a temporary small slot, a small piece of their journey. അവരുടെ യാത്രയുടെ ഒരു ചെറുഭാഗം മാത്രം, താൽക്കാലികമായ ഇടം മാത്രമായിരുന്നു അത്. Right now, if anybody is going through the valley of Baca, the valley of tears, let me tell you, it is not permanent. You are just passing through it. It will be quickly over because you are heading to the loveliness, the beauty of the dwelling place of the Father. ഇതാ നിങ്ങൾ ആരെങ്കിലും ആ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ അത് താൽക്കാലികമാണ്, അതൊരല്പം മാത്രമേ ഉള്ളൂ, അത് വേഗത്തിൽ കടന്നു പോകും. കാരണം നിങ്ങൾ പോകുന്നത് പിതാവിന്റെ തിരുനിവാസത്തിലേക്കാണ്, അവന്റെ സാന്നിധ്യത്തിലേക്കാണ്. I still remember many years ago, I had a situation like that. I had just come to the Lord and I was going through the valley of Baca, and I thought this was eternal. I would never come out of that. I would never smile. I would never laugh. I would never crack a joke. I thought my life is going to end like this. ഇതാ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ ഇതുപോലെ ഭാഗ താഴ്വരയുടെ ഒരു അനുഭവമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല, ഇനി ഒരിക്കലും എൻ്റെ ദുഃഖം മാറുകയില്ല, ഒരിക്കലും എനിക്ക് ഇനി പൊട്ടിച്ചിരിക്കുവാൻ കഴിയുകയില്ല, എനിക്കൊരു തമാശ പറഞ്ഞ് ചിരിക്കുവാൻ കഴിയില്ല. അതുപോലെ ഞാൻ ചിന്തിച്ചിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. I was going through the valley of Baca. ആ ഭാഗ താഴ്വരയുടെ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. Remember, if your direction is correct, if you're heading to the Lord, the temple of God, the next verse says, they make it a place of springs. The autumn rains also cover it with pools. ഇതാ നിങ്ങളുടെ ദിശ ശരിയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്കാണ് നിങ്ങൾ നടന്നടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, വചനം പറയുന്നത് പോലെ ആ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അടുത്തൊരാളുണ്ടെങ്കിൽ ഒന്ന് പറയാം, നിന്റെ കണ്ണുനീരിന്റെ താഴ്വര അനുഗ്രഹത്തിന്റെ ജലാശയമായി മാറാൻ പോവുക. പറഞ്ഞു, നിന്റെ കണ്ണുനീരിന്റെ താഴ്വര അനുഗ്രഹത്തിന്റെ ജലാശയമായി മാറാൻ പോകുന്നു. നിന്റെ കണ്ണുനീരിന്റെ താഴ്വര അനുഗ്രഹത്തിന്റെ ജലാശയമായി മാറാൻ പോകുന്നു. പിന്നെ കൈ ഉയർത്തി പറയും, എന്റെ കണ്ണുനീരിന്റെ താഴ്വര അനുഗ്രഹത്തിന്റെ ജലാശയമായി മാറാൻ പോകുക. എന്റെ കണ്ണുനീരിന്റെ താഴ്വര അനുഗ്രഹത്തിന്റെ ജലാശയമായി മാറാൻ പോകുന്നു. Now, even while you are saying this or confessing this, you may be struggling to believe it, but this is a fact. The valley of Baca will give way to the pools of blessings. ഇതാ ഒരുപക്ഷെ നിങ്ങൾ ഇത് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഹൃദയത്തിൽ പറ്റുന്നുണ്ടാകണമെന്നില്ല. എന്നാൽ സത്യം ഇതാണ്, കണ്ണുനീരിന്റെ താഴ്വര അനുഗ്രഹത്തിന്റെ ജലാശയത്തിന് വഴിമാറി കൊടുക്കുകയാണ്. Jesus came into this world as a small male baby with a cry. ഇതാ യേശു ഭൂമിയിലേക്ക് ഒരു ശിശുവായി ഇതാ ഒരു ജനിച്ച കരച്ചിലോടുകൂടെ വന്നു. He came with a cry. ഇതാ ഒരു കരച്ചിലോടുകൂടിയാണ് വന്നത്. As all human babies. എല്ലാ സാധാരണ കുഞ്ഞുങ്ങളെയും പോലെ. That's what I believe. ഞാൻ വിശ്വസിക്കുന്നത്. And as he was growing up in his boyhood days, many times he would have fallen, he would have beaten by other boys, he would have gone through so much crying situations. ഇത് തന്റെ ജീവിതത്തിൽ തന്റെ ബാല്യകാലത്ത് കുഞ്ഞുങ്ങളാൽ മറ്റു തന്റെ കൂട്ടുകാരാൽ പരിഹസിക്കപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ പല രീതിയിലുള്ള വേദനകൾ അനുഭവിച്ചു കാണാം, കരഞ്ഞു കാണാം. And when you read through the Gospels, you will understand that in many situations Jesus cried. ഇതാ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും യേശു കരഞ്ഞു. Are you with me? നിങ്ങൾ കൂടെയുണ്ടോ? Listen to this. Watch me closely. When we read through the Gospels, one time Jesus cried as he was going to the house of Lazarus. ഇതാ സുവിശേഷം വായിക്കുമ്പോൾ ലാസറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ യേശു അവിടെ കരഞ്ഞു എന്ന് വായിക്കുന്നു. And when just before he was crucified, he turned back and looked at Jerusalem and he cried. ഇതാ ക്രൂശീകരണത്തിന് മുൻപുള്ള സമയത്ത് യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞു. On the cross he cried. ഇതാ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കരഞ്ഞു.
So there are a few situations that are recorded. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. But when you read the epistle to the Hebrews, എന്നാൽ എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ I think in chapter 5 it says, Christ in his earthly days, throughout his life, he prayed with loud cries. ഇത് എബ്രായ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, തന്റെ ഭൗമിക ജീവിതകാലത്ത് കർത്താവായ യേശു ഉറച്ച നിലവിളിയോടെ താൻ പ്രാർത്ഥിച്ചു എന്ന് താൻ എഴുതിയിരിക്കുന്നു. Can you imagine the Son of Man, the Son of God? He has all the powers. But in his mortality, in his human side, he was taking all the cries of this world and he was crying before the Father in his personal prayer time. ഇതാ അവൻ ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ തന്റെ മനുഷ്യത്വത്തിൽ ഇതാ നമ്മുടെ എല്ലാവരുടെയും വേദനകൾ, നമ്മുടെ കരച്ചിലുകൾ, സങ്കടങ്ങൾ അവൻ ഏറ്റെടുത്തുകൊണ്ട് തന്റെ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. He was going through the valley of Baca. അവൻ ഭാഗാ താഴ്വരയിലൂടെ കടന്നു പോവുകയായിരുന്നു. Maybe all his life he was going through the valley of Baca. ഒരുപക്ഷേ തന്റെ ജീവിതത്തിൽ ഉടനീളം ഭാഗാ താഴ്വരയുടെ അനുഭവത്തിലൂടെ യേശു കടന്നു പോയി. And with his tears, I believe he filled the pools and made it pools of blessings. ഇതാ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ കണ്ണുനീരുകൊണ്ട് താൻ ആ കുഴികളെ നിറച്ച് ജലാശയങ്ങളാക്കി നമുക്ക് ആനന്ദത്തിന്റെ നദിയാക്കി അത് മാറ്റിയിരിക്കുന്നു. I prophesy over you and I proclaim over you, if you're crying today, with your tears you will fill the pools around, which will be pools of blessing for others. You have a ministry that is coming out of your tears. ഇതാ നിങ്ങൾ ഇന്ന് കരയുന്ന വ്യക്തിയാണെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ കണ്ണുനീരൊഴുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇതാ നിങ്ങളുടെ ആ കണ്ണുനീരുകൾ ആ കുളങ്ങളെ നിറക്കുകയും അത് ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ജലാശയങ്ങളാക്കി കർത്താവ് മാറ്റുകയാണ്. Crying is considered to be a sign of weakness. പലപ്പോഴും കരയുന്നത്, കണ്ണുനീർ ബലഹീനതയുടെ ലക്ഷണമായിട്ടാണ് കാണാറ്. Usually men do not cry as much as women cry. സാധാരണഗതിയിൽ സ്ത്രീകൾ കരയുന്ന അത്രയും പുരുഷന്മാർ കരയാറില്ല. But Jesus was not like that. Maybe he cried more than any female beings on the planet. യേശു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഒരുപക്ഷെ ഭൂമിയിൽ ജീവിച്ച ഏതൊരു സ്ത്രീയെക്കാളും കൂടുതൽ യേശു കരഞ്ഞു കാണണം. Because he was taking all the cries of human beings. കാരണം സകല മനുഷ്യരുടെയും സങ്കടങ്ങൾ, കരച്ചിലുകൾ അവൻ തന്നിലേക്ക് ഏറ്റെടുക്കുകയായിരുന്നു. Anyway, crying is a sign of weakness. തീർച്ചയായും ഒരു രീതിയിൽ പറഞ്ഞാൽ കരയുന്നത് ഒരു നിസ്സഹായ അവസ്ഥയുടെ, ബലഹീനതയുടെ ഒരു ലക്ഷണം തന്നെയാണ്. But if you cry, what will happen? എന്നാൽ നിങ്ങൾ കരയുമ്പോൾ എന്ത് സംഭവിക്കും? Verse number 7. 7-ാമത്തെ വചനം. They go from strength to strength till each appears before God in Zion. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. If a newborn baby is not crying, the midwife, the nurse, the doctor will make that baby cry. ഇതാ ഒരു പുതുതായി ജനിച്ചു വീണ ഒരു ശിശു അവൻ കരയുന്നില്ലെങ്കിൽ ആ പ്രസവം എടുക്കുന്ന സ്ത്രീ ആ കുഞ്ഞിനെ പിച്ചിയോ തല്ലിയോ ഒക്കെ അതിനെ കരയിപ്പിക്കും. Why? എന്തുകൊണ്ട്? If only the baby is crying, the muscles will be stronger. ആ കുഞ്ഞ് കരഞ്ഞാൽ മാത്രമേ അത് ഓരോ തവണ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അതിന്റെ ശക്തി, അതിന്റെ ഓരോ കൈയും കാലുകളും ശക്തിപ്പെടുകയാണ്. So many people think that praying is a sign of weakness. പല ആളുകളും ചിന്തിക്കുന്നു ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ബലഹീനരുടെ ഒരു അടയാളമാണെന്ന്. Of course we are weak. തീർച്ചയായിട്ടും നമ്മൾ ബലഹീനരാണ്. That's why we are crying. അതുകൊണ്ടാണ് നമ്മൾ But കരയുന്നത്. we are crying to a strong one. പക്ഷെ നമ്മൾ കരയുന്നത് ബലമുള്ള ഒരുവന്റെ അടുക്കലാണ്. And God is a God who will impart, who will give strength to the weak. ദൈവം ഇതാ ബലഹീനന് ബലം പകരുന്നൊരു ദൈവമാണ്. If you're crying today,
in your weakness, strength will flow, ooze down from the strongest personality. ഇതാ നിങ്ങൾ ഇന്ന് കരയുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവസന്നിധിയിലാണ് നിങ്ങൾ കരയുന്നതെങ്കിൽ, ആ ബലം പകരുന്ന ബലവാന്റെ അടുക്കൽ നിന്നും അവന്റെ ശക്തി ഒഴുകി ഇറങ്ങി നിന്നിലേക്ക് വന്ന് പതിക്കുകയാണ്. So can you imagine the group of pilgrims? They are traveling, but they are going through the valley of Baca, the valley of tears. But as they come out of the valley of tears, they are stronger and stronger to walk, to run, to reach the presence of God, that loveliness of the Almighty God. ഇതാ ഈ തീർത്ഥാടകരുടെ ഒരു സംഘം യാത്ര ചെയ്യുമ്പോൾ അവർ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്, അവർ ബലഹീനരായി പോകുന്നുണ്ട്. എന്നാൽ അവർ കർത്താവിൽ നിന്ന് ബലം പ്രാപിച്ചു കഴിയുമ്പോൾ അവർ കൂടുതൽ, അവരുടെ കാലുകൾക്കൊരു ബലം, അവരുടെ നടത്തത്തിനൊരു വേഗത, അവർ ഓടുവാനും ദൈവസാന്നിധ്യത്തിൽ ഓടിയെത്തുവാനും അവർ ബലമുള്ളവരായി മാറുന്നു. I prophesy over you, if you cry before God, you are going to become stronger and stronger, not weaker and weaker. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ കരയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബലം കുറഞ്ഞു പോവുകയല്ല, നിങ്ങൾ ഓരോ ദിനം തോറും നിങ്ങൾ ബലവാന്മാരായി ബലത്തിന് മുകളിൽ ബലം പ്രാപിച്ചുകൊണ്ട് മുന്നേറാൻ പോകുന്നു. In utter weakness you will fall prostrate before the Lord, and you will get up in strength, not in weakness. ഇതാ ഏറ്റവും ബലമില്ലാത്തവനെ പോലെ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ അവന്റെ പാദത്തിൽ നമ്മൾ വീഴും, എന്നാൽ നമ്മൾ എഴുന്നേൽക്കുന്നത് ബലത്തോടെ ജയത്തോടെ ആയിരിക്കും. Can I prophesy this over you? നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ, You are going to go from strength to strength. നിങ്ങൾ എല്ലാവരും ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകാൻ പോവുകയാണ്. Satan is expecting you to become weaker and weaker in the valley of Baca, but God is there in Zion, Mount Zion. He is watching the pilgrims, the children of God coming. He is sending His strength and power as you come through the valley of Baca, the tears. He is pouring out His strength so that you can climb the Mount of Sinai and reach the presence of God. ഇതാ സാത്താൻ നിങ്ങളുടെ ബലം ക്ഷയിച്ച് നിങ്ങൾ താണു പോകുവാനായി ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് നിങ്ങൾ സിയോൻ പർവ്വതത്തിലേക്ക് നിങ്ങളുടെ യാത്ര കണ്ടുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നിനക്ക് ബലം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നീ ശക്തനായി ബലം പ്രാപിച്ച് ഇതാ സിയോൻ പർവ്വതത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. This is why Paul the Apostle says, when I am weak, then I am strong. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ബലവാനാകുന്നു. അടുത്ത ആള് പറ, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ഞാൻ ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ശാരീരികമായി, മാനസികമായി, ഇമോഷണലി ചില സമയത്ത് എനിക്ക് ബലമില്ല, പക്ഷേ എൻ്റെ ദൈവം എന്നെ ബലമണിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഞാൻ ശക്തി അണിയുന്നു. ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ, നടക്കുവാൻ, ഓടുവാൻ അവൻ എനിക്ക് ശക്തി തരുന്നു. ബാല്യക്കാർ വീണുപോകും, അതുപോലെ യൗവനക്കാർ തളർന്നു പോകും, എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്നവർ മേൽക്കുമേൽ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം ചിലർക്ക് ശക്തിയുടെ ചിറക് പരിശുദ്ധാത്മാവ് ഗിഫ്റ്റ് ചെയ്യുകയാണ്. ചിലരൊക്കെ നിന്നെ നോക്കി ഇതോടെ തീർന്നു, നീ താളടിയായി, നീ എഴുന്നേൽക്കുകയില്ല, ഏറ്റവും വീക്കായി പോയി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ശക്തിയോടെ ഒരു രംഗപ്രവേശം നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ, ശക്തിയെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ആ പുതുബലത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ദൈവികമായ ചിറകുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. Verse number 10. Better is one day in your courts than 1,000 elsewhere. I would rather be a doorkeeper in the house of my God than dwell in the tents of the wicked.
നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരൻ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. He's comparing his times, his days spent in the presence of God in the temple with all other days, all other times and seasons he spent elsewhere. ഇതാ ഇവിടെ സങ്കീർത്തനക്കാരൻ തനിക്ക് ദൈവത്തിന്റെ ആലയത്തിൽ കഴിയുവാൻ കഴിഞ്ഞ ആ ഒരു ദിവസത്തെ തൻ്റെ ജീവിതത്തിൽ താൻ ചെലവഴിച്ചിട്ടുള്ള മറ്റ് 1000 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് താൻ താരതമ്യം ചെയ്യുകയാണ്. This is the comparison we should also do. ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു താരതമ്യം കൂടെയാണ്. Days spent with others. When you compare those days with the day spent with the Lord, is 1,000 times better. ഇതാ നമ്മൾ ഈ ലോകത്തിൽ മറ്റു പലരുടെ കൂടെയും പലയിടങ്ങളിൽ നമ്മൾ ചെലവഴിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദിനങ്ങളെക്കാൾ എത്ര ശ്രേഷ്ഠകരമാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന ഒരു ദിവസം. Let's read verse number 11. 11-ാം വചനം. For the Lord God is a sun and shield. The Lord bestows favor and honor. No good thing does he withhold from those whose walk he is blameless. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. Can I say that over you? The Lord is not going to withhold any good thing from you. നിങ്ങളെ നോക്കി ഈ വചനം പ്രസ്താവിക്കുകയാണ്. ഇതാ നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും പിടിച്ചു വെക്കുകയില്ല. God's heart is to give you his best. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തരുവാനാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ച. Mediocrity is human and the devil promotes it. മിതത്വം എന്നത് മാനുഷികമായ ഒരു കാര്യമാണ്. സാത്താൻ അതിന്റെ വക്താവാണ്. Mediocrity is not from your father. മിതത്വം എന്നത് ഏറ്റവും നല്ലത് വേണ്ട, ഇങ്ങനെയൊക്കെ മതി എന്നൊരു ചിന്ത, അത് നിങ്ങളുടെ പിതാവിൽ നിന്നുള്ളതല്ല. The father says, give him the best robe. പിതാവ് പറഞ്ഞു, ഏറ്റവും നല്ല അങ്കി അവനെ ഉടുപ്പിക്കുക. Who? The prodigal. ആർക്ക്? He wasted everything. He wasted the property of the father. ആ ധൂർത്തപുത്രൻ പിതാവിന്റെ സകല സ്വത്തും നശിപ്പിച്ചവനാണ്. ഇത് അവൻ ഒരു ധൂർത്തപുത്രനായി ഇപ്പോൾ അപ്പന്റെ ഭവനത്തിൽ ഒന്നുമില്ലാത്തവനായി മടങ്ങി വന്നിരിക്കുന്നു. But the heart of the father is the best even for the prodigals. ഇത് ആ മടങ്ങി വന്ന ആ ധൂർത്തപുത്രനാണെങ്കിൽ പോലും ഏറ്റവും നല്ലത്. Don't you understand the heart of the father? ഓ, ആ പിതാവിന്റെ ഹൃദയം ഒന്ന് നോക്കൂ. എല്ലാം തകർത്ത വീട്ടിലോട്ട് കയറി വരുന്ന ഒരു മോൻ, നമ്മളാണ് 2 കൊടുത്ത് ഒരു 7 ദിവസം കൂടി അവിടെ പട്ടിണിക്കിട്ട് പിന്നെ ഇത്തിരി കഞ്ഞി കൊടുത്ത് പിന്നെ മര്യാദ പോയി കുളിച്ച് എല്ലാം റെഡിയായിട്ട് വീട്ടിൽ കയറിയാൽ മതിയടാ, ഇനി മേലിതാവർത്തി എഴുതി ഒപ്പിടറ എന്നിട്ട് കയറിയാൽ മതി. ഇതാണ് മനുഷ്യർ. That is not the heart of the heavenly Father. എന്നാൽ അങ്ങനെയല്ല സ്വർഗത്തിലെ അപ്പന്റെ ഹൃദയം. Many times we fail to understand his heart. പലപ്പോഴും ആ പിതാവിന്റെ ഹൃദയം തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് കഴിയാറില്ല. We settle with the substandard. നിലവാരം കുറഞ്ഞതുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോവുകയാണ്. And we struggle to believe that God wants us to have his best. ഇതാ ദൈവം തന്റെ ഏറ്റവും നല്ലതിനെ നമുക്ക് തരും അല്ലെങ്കിൽ തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശ്വസിക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. Why? Because we look around. കാരണം എന്താ? നമ്മൾ ചുറ്റും നോക്കുകയാണ്. We look around
to the life of others. മറ്റുള്ളവരുടെ ജീവിതവുമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. We never look to the scriptures and we never look to the heart of the Father. നമ്മൾ ഒരിക്കലും തിരുവെഴുത്തുകളിലേക്കോ പിതാവിന്റെ ഹൃദയത്തിലേക്കോ നമ്മൾ നോക്കുന്നില്ല. I just want to announce to the whole world that God the Father has His best for His children. ഇത് മുഴു ലോകത്തോട് ഞാൻ പ്രഖ്യാപിക്കട്ടെ, ദൈവപിതാവിന് തന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് മാത്രം അവൻ കരുതുന്നു. But our focus should not be the best things or the gifts that we receive. Our heart should be yearning for the loveliness and the beauty of my Father. എന്നാൽ നമ്മുടെ ഹൃദയം ഊന്നിയിരിക്കേണ്ടത്, ഹൃദയം വാഞ്ചിക്കേണ്ടത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സമ്മാനങ്ങളെയല്ല, ദൈവം നൽകുന്ന ദാനങ്ങളെയല്ല, അതിൻ്റെ ഉറവിടമായ ആ ദൈവത്തെ തന്നെ, അവൻ്റെ സാന്നിധ്യത്തെ, അവൻ്റെ തിരുനിവാസത്തെ നാം വാഞ്ചിക്കണം. A man after God's own heart is a person who loves God as a person. ഇതാ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തെ ഒരു വ്യക്തിയായി സ്നേഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. Not the gifts. സമ്മാനങ്ങളെ അല്ല. And that kind of a person will always yearn for His presence, His dwelling place. അതുപോലൊരു വ്യക്തി അവന്റെ സാന്നിധ്യത്തിനു വേണ്ടി, അവന്റെ തിരുനിവാസത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. One more thing and I will close. ഒരു കാര്യം കൂടി പറഞ്ഞ ശേഷം ഞാൻ പൂർത്തിയാക്കുകയാണ്. If you know that you are a pilgrim, a sojourner in this planet, and if you know that you're going to Zion, if you know that you're going to reach there in the presence of God, your heart should be always focused on Him and not the valley of Baca or not the situations around, even the painful things that you're going through now. Then only you will enjoy that greatness, that presence. നിങ്ങൾ ഒരു തീർത്ഥാടകനാണെങ്കിൽ, നിങ്ങളൊരു പരദേശിയായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഭാഗാ താഴ്വരയിലല്ല, കണ്ണുനീർ താഴ്വരയിലല്ല, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളിലും പ്രശ്നങ്ങളിലുമല്ല, ദൈവം തരാൻ പോകുന്ന അനുഗ്രഹങ്ങളുമല്ല, ദൈവത്തെ തന്നെ, അവൻ്റെ സാന്നിധ്യത്തെ തന്നെ വാഞ്ചിച്ചുകൊണ്ട്, അവനെ മാത്രം നോക്കിക്കൊണ്ട് ആ യാത്രയിൽ നമ്മൾ ചുവടുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. If your eyes are fixed on that destination or that destiny, you will never stagger around or you will never be stuck in between in this pilgrimage. നിങ്ങളുടെ കണ്ണുകൾ ആ കർത്താവിൽ തന്നെ പതിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലുകൾ ഇടറിപ്പോവുകയില്ല, ഈ യാത്രയിൽ നിങ്ങൾ വഴിമാറിപ്പോവുകയില്ല. The only way to overcome all the toughnesses and the tiredness of this pilgrimage is to have an expectation of reaching your destiny. ഇതാ ഈ ക്ലേശം നിറഞ്ഞ ദുർഘടമായ ഈ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ യാത്രയുടെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഏറ്റവും എളുപ്പമായ, ഏറ്റവും കൃത്യമായ വഴി എന്നത് ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുക. When finances are broken, Jesus is saying, I am your finance, come to me, I'll bless you. നിങ്ങളുടെ സാമ്പത്തികമായ എല്ലാ നിലകളും തകർന്നു പോകുമ്പോൾ കർത്താവ് പറയും, ഞാനാണ് നിന്റെ സമ്പത്ത്, ഞാനാണ് നിന്നെ അനുഗ്രഹിക്കുന്നവൻ, നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ അതിൽ അനുഗ്രഹിക്കാം. If you're lonely in your life, the Lord is saying, I am your true friend, I am your everything, come to me, I will fill that vacuum. ഇതാ എല്ലാവരും നിങ്ങളെ കൈവിടുമ്പോൾ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്റെ ആ ശൂന്യതകളെ നിറക്കാം. I know the Holy Spirit is ministering to every heart right now. ഇതെല്ലാ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ശുശ്രൂഷിക്കുകയാണ്. I know the Holy Spirit is ministering to every need, human need right now. എല്ലാ മനുഷ്യ സഹജമായ ആവശ്യങ്ങളുടെ മുഖത്ത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കുകയാണ്.
If you don't mind, jump up from your seats and lift up your hands and start praying. ഇപ്പോൾ കസേരകളിൽ ചാടി എഴുന്നേറ്റ് രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുവാനായി ആരംഭിക്കുക. Come on, come on, come on. Tell him, Lord, you are the solution for everything. കർത്താവേ, അങ്ങാണ് എൻ്റെ സകലത്തിനുമുള്ള പരിഹാരം. This is my heart's desire to reach you, Lord. അങ്ങയിലേക്ക് എത്തുവാനുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൃദയത്തിന്റെ അഭിവാഞ്ച. I don't want to go astray. ഇതാ വഴിതെറ്റി പോകുവാൻ ഞാൻ ഒരിക്കലും I don't want to linger around, wander around. ഇതാ അങ്ങയെ ചുറ്റിപ്പറ്റി അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒന്ന് പാർക്കുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. really want to dwell in your presence. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒന്ന് പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Come on, start praying right now. എല്ലാവരും അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. Come on, without my push, without my encouraging, start praying from your own heart, crying out to the Lord, Lord, I need you. ഇതാ ഞങ്ങൾ പറഞ്ഞു തരാതെ തന്നെ, ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ സ്വയമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ, നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ പ്രാർത്ഥന ആലയത്തിൽ ഒന്ന് ഉയരട്ടെ. The Lord is taking you from strength to strength. ഇതാ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നു. Come on, everybody, move from strength to strength. Go from strength to strength. ഇപ്പോൾ ബലത്തിൽ നിന്നും ബലത്തിലേക്ക് ചുവടുകൾ വെച്ചാലും. Hallelujah, hallelujah. Thank you, Jesus. Worship you, worship you, worship you, worship you. There is strength in His presence. There is healing in His presence. ഓ, അവന്റെ സാന്നിധ്യത്തിൽ ബലമുണ്ട്, അവന്റെ സാന്നിധ്യത്തിൽ സൗഖ്യമുണ്ട്. There is health in His presence. There is life in His presence. അവന്റെ സാന്നിധ്യത്തിൽ ആരോഗ്യമുണ്ട്, ജീവനുണ്ട്. You can receive by faith anything that you want from the Lord. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമുള്ളത് അത് കർത്താവിൽ നിന്ന് ഇപ്പോൾ അവന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് പ്രാപിക്കാം. Come on. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവ് ചാറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇടുന്നതിന് തുല്യമാണ്. You can put whatever you want to pray right now in the live chat if you're watching us online. And the Lord Jesus is seeing it. The ministers are seeing it. And we are going to pray together. ഇതാ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ആ ലൈവ് ചാറ്റിലേക്ക് നിങ്ങൾക്കിടാവുന്നതാണ്. ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി അത് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Expect a miracle tonight from the Lord Jesus. വലിയ അത്ഭുതങ്ങൾ ഇന്ന് കർത്താവായ യേശുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. Whatever disease you are in, the Lord is more than enough to heal you tonight. ഇതാ നിങ്ങളുടെ ഏത് രോഗമാണെങ്കിലും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാനായി അവൻ ശക്തനായവനാകുന്നു. The angels of God are cutting away the death angel tonight. ഇതാ മരണത്തിന്റെ ദൂതനെ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് ഛേദിച്ചു മാറ്റുകയാണ്. The spirit of death is conquered by the spirit of life tonight. ഇതാ ജീവന്റെ ആത്മാവിനാൽ മരണത്തിന്റെ ജീവനെ, മരണത്തിന്റെ ദൂതനെ, മരണത്തിന്റെ ആത്മാവിനെ അതിനെ തോൽപ്പിച്ചു കളയുകയാണ്. The spirit of disappointment, distress, the spirit of depression is cast away by the Holy Spirit. ഇതാ പരിശുദ്ധാത്മാവിനാൽ നിരാശയുടെ ആത്മാവ്, ഇതാ പരാജയങ്ങളുടെ ആത്മാവ് അവിടെ
പരാജയപ്പെട്ടു പോവുകയാണ്, അതിനെ അടച്ചു കളയുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ ആത്മാവ് നീങ്ങിപ്പോകുന്നതാ ശക്തമായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയും. എവിടെയൊക്കെയോ മരണത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നീങ്ങിപ്പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ശരീരങ്ങളിൽ ഒരു സാധാരണ ഒരു മീറ്റിംഗായി, ഫ്രൈഡേ മീറ്റിംഗായി ഇതിനെ കാണാതെ മാംസരക്തങ്ങളിലേക്ക്, സന്ധി മജ്ജകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. മനസ്സിനകത്തേക്ക്, ആത്മാവിനകത്തേക്ക് ആ ജീവൻ ഇപ്പോൾ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്തുതിക്കാൻ തുടങ്ങുക, ആരാധിക്കാൻ തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Be healed, be healed, be healed in Jesus. Be strong, be powerful in the mighty name of Jesus. Jesus, Jesus. കൈകളൊക്കെ അടിച്ചൊന്ന് പാടിയ എല്ലാവരും ഒന്ന് പാടി. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭവനങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൂം ഗാലറിയിലുള്ളവർ സൗഖ്യമാകട്ടെ. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ ചാനലിൽ കാണുന്നവർ സൗഖ്യമാകട്ടെ. ഫേസ്ബുക്കിൽ കാണുന്നവർ സൗഖ്യമാകട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ ആപ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ വെബ്സൈറ്റിൽ ഇത് കാണുന്നവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ. ഒരു നിമിഷം ശക്തമായി പരിശുദ്ധാത്മാവിനോടൊരു കാര്യം പറയുന്നു. രാത്രിയിൽ ഒവേറിയൻ പ്രോബ്ലംസ്, സഹോദരിമാർക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ, സിസ്റ്റുകളാകാം, ഫങ്ഷൻ ചെയ്യാത്ത ഓവറികളാകാം, ഡെഡ് ഓവറീസ്, PCOD പോലെയുള്ള പ്രശ്നങ്ങളാകാം. അങ്ങനെയുള്ള ചിലർ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഇവിടെയുണ്ട്, കൂടാതെ ഓൺലൈനിലുമുണ്ട്. എവിടെയാണെങ്കിലും സൗഖ്യമാണ്. Come on, receive it in Jesus' name. ആരാണെങ്കിലും സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഓവറി സംബന്ധമായ പ്രശ്നങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്ന സഹോദരിമാരുടെ വിടുതലിന്റെ രാത്രിയാണ് ഇത്. അടുത്ത ഒരു ക്രൂസൈഡിന് വേണ്ടി കാത്തിരിക്കേണ്ട ഇന്ന് സൗഖ്യമാകുക. അതിൻ്റെ ട്രീറ്റ്മെന്റിലിരിക്കുന്ന ചിലരുമുണ്ട്, ഇത് കാണുന്നുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. പ്രത്യേകമായ ചില മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു സമ്പൂർണമായ സൗഖ്യം, അതിൻ്റെ അടയാളമായി ചിലത് അടുത്ത ദിവസങ്ങൾ നീ കാണും. അതുപോലെ വ്യക്തമായ ഒരു സൗഖ്യം എന്ന് നടക്കുകയാണ്. കർത്താവ് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി നാം ചെയ്യാനുള്ളത് വിശ്വസിച്ച് സ്വീകരിച്ച് സ്തോത്രം ചെയ്യുക. ചെയ്തോ? അങ്ങനെയുള്ളവരെല്ലാം ചെയ്തു യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിനോട് വേറൊരു കാര്യം പറയുന്നു. ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം, ഈ മരണത്തിന്റെ ദൂതൻ, മരണത്തിന്റെ ആത്മാവ് ആരിലൊക്കെയോ ഇങ്ങനെ ഒന്ന് മനസ്സിൽ കിടന്ന് കളിക്കുന്നു. അത് കൂടാതെ ശരീരത്തിന്റെ ചില അവയവങ്ങൾ ഡെഡ് ആകുന്നു. മുഴുവനും അല്ല, ചില അവയവങ്ങൾ ഡെഡ് ആകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ദൈവജനം ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? കൈ ഉണ്ടെങ്കിൽ ഉയർത്തിക്കോ, അങ്ങ് പ്രാർത്ഥിച്ചു. ലോകത്തിൽ എവിടെയാണെങ്കിലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുന്നവർ ഇന്ന് സൗഖ്യമാകട്ടെ. പ്രാർത്ഥിച്ചോ. മൃതമായ അവയവങ്ങൾ എന്തുവാകാം, ഏത് ശരീരത്തിന്റെ അവയവം, അത് ആശുപത്രിയിലാകാം, വെന്റിലേറ്ററിലാകാം, ICUവിലാകാം, പാലിയേറ്റീവ് കെയറിലാകാം, സ്വന്തം വീട്ടിലാകാം. ചില ശരീരഭാഗങ്ങൾ മൃതമായി, അങ്ങോട്ട് രക്തോട്ടമില്ല, ആ അവയവം പ്രവർത്തിക്കുന്നില്ല, അത് മാറ്റിവെക്കണം, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അത് മുറിച്ചു മാറ്റണം, പുതിയത് വെച്ച് പിടിപ്പിക്കണം, കൃത്രിമം വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി 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 I say in a supernatural way
ശക്തിയേറിയൊരു വിടുതൽ ആ മേഖലയിൽ കർത്താവ് കൽപ്പിക്കുക. ദൈവം ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി മനുഷ്യൻ വിശ്വസിച്ച് സ്വീകരിച്ച് സ്തോത്രം ചെയ്യട്ടെ. അതിൽ തൈറോയിഡ് ഗ്രന്ഥികൾ സൗഖ്യമാകുന്നു. എക്സ്റേ ഫിലിമുമായി ഏതോ വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. എക്സ്റേ ഫിലിം കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ടേബിളിൽ അവിടെ അടുത്തുണ്ട്, മുറിയിലുണ്ട്. എക്സ്റേ ഫിലിം യേശുവിന്റെ നാമത്തിൽ ആ സിറ്റുവേഷനിൽ ദൈവിക ജീവൻ, ഓ മൈ ഗോഡ്, ഒരു വലിയ ഷാർപ്പായിട്ടുള്ളൊരു വാളെടുത്ത് വെട്ടി ശരിയാക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധ ഒരു വെട്ടിന് 2 മുറി എന്ന് പറയുന്ന പോലെ ഷാർപ്പായി ദൈവത്തിന്റെ ശക്തിയേറിയ വാള് ആ സിറ്റുവേഷനിൽ വീഴുകയാണ്. വിടുതൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തോ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതായും ഏതൊരു സാഹചര്യത്തിലും ഏതൊരു വിഷയത്തിനും വലിയ ഗ്ലോറിയസ് ആയ മറുപടികൾ വരുന്നതായി ദൈവാത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നു. യോജിക്കുന്നവർക്ക് കൈയടിക്കാം, യോജിക്കുന്നവർക്ക് സ്വീകരിക്കാം, യോജിക്കുന്നവർ അന്യഭാഷ